അക്ഷരം മേരി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ കണ്ണുകൾ തുറന്നു. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ സാദര നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച. മീരാജി എല്ലാം. ഹരേ കൃഷ്ണ. മീരാജി കേട്ടായിരുന്നു? വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരു വൈഷ്ണവാം ച. മീരാജ് ചിലപ്പോ അവിടെ നമ്മുടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഉണ്ട്. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാം ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥന്വിതം തം സജീവം സ്വാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്വിതാശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധൂഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹം. ആ ഭാഗങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്യാമസ്മിത മാതാജി സ്വാഗതം, സുമാജി, സുശീം പ്രഭു സ്വാഗതം, മീരാജി, ഗോപിനാഥ് പ്രഭു, സുധീഷി, ശ്യാമ സുധീർ പ്രഭു, ഹരേ കൃഷ്ണ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ ഗീതാവിഷയ സംഗ്രഹം ഈ അധ്യായത്തെ സാഖ്യ യോഗം എന്നുകൂടി പറയും. അപ്പം അടുത്ത ശ്ലോകം വരുമ്പം അതാണ് ഞാൻ ഇപ്പം ഒന്ന് എടുത്തെന്ന് പറഞ്ഞത്. അർജുനന്റെ സറണ്ടറും ശരണാഗതിയും ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിച്ചതും അങ്ങനെ ശിഷ്യനായിക്കൊണ്ട് ഗുരുവായ കൃഷ്ണനിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ 11 മുതൽ 30 വരെ ശ്ലോകങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തികളെ പറ്റി, നമ്മുടെ ഡ്യൂട്ടീസ് എന്താണ്, നമ്മുടെ കർമ്മങ്ങൾ എന്താണ്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ബുദ്ധിയുമായിട്ട് അത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 38 മുതൽ 53 വരെയുള്ള ശ്ലോകം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇന്റലക്ച്വലായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ബൗദ്ധികമായിട്ട് നമ്മൾ ചെയ്യണം, വെറുതെ പോയി ചെയ്യുക എന്നുള്ളതല്ല. ബുദ്ധിയോടെ ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രവൃത്തിക്ക് ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ. അവിടെ അനലൈസോട് കൂടിയാണ് 39ാമത്തെ ശ്ലോകവും 39 ആ ഒരു ശ്ലോകം മാത്രമേ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ 40ന്റെയും കൂടെ എക്സ്പ്ലനേഷൻ പോവും. പക്ഷെ 40 നമ്മൾ ശ്ലോകം ഒരു പക്ഷേ അടുത്ത ആഴ്ച വായിക്കാൻ പറ്റും. 39ാമത്തെ ശ്ലോകം
ഭഗവാൻ പറയുന്നത് ഏഷാത്തെ അഭിഹിത സാഖ്യേ ബുദ്ധിർയോഗേ ഇത്യമാം ശൃണു ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രകാശിസി. ഒരു വളരെ നീണ്ട ഭാവാർത്ഥമാണ് പ്രഭുപാദർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടാണ് അത്രയും ഒരു വലിയൊരു ഭാവാർത്ഥം കൊടുക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ പ്രാധാന്യത, എന്താണ്, എന്തുകൊണ്ടാണ് അനലിറ്റിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ സാഖ്യയോഗം എന്ന് നമ്മൾ പറഞ്ഞത് ഈ അധ്യായത്തെ. അത് ഈ ശ്ലോകം മുതൽ അങ്ങോട്ട് പോവുകയാണ്. യേഷാതേ അഭിഹിതാ സാഖ്യേ യേഷാമേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്യുമാം ശൃണു ബുദ്ധിർയോഗേ ത്വിമാം ശൃണു യേഷാതേ അഭിഹിതാ സാഖ്യേ एषा ते अभिहिता साङ्ख्ये ബുദ്ധിർയോഗേ ത്യുമാം ശൃണു बुद्धिर्योगे ത്വിമാം शृणु ശൃണു ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ बुद्ध्यायुक्तो यया पार्थ കർമ്മബന്ധം പ്രഹാസ്യസി कर्मबन्धं प्रहास्यसि ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ बुद्ध्यायुक्तो यया पार्थ കർമ്മബന്ധം പ്രഹാസ്യസി. कर्मबन्धं प्रहास्यसि. ശബ്ദാർത്ഥം ശീല പ്രഭുപാദ കി ജി. ഏഷാ ബുദ്ധി, ഈ ബുദ്ധി, തേ നിനക്കായിക്കൊണ്ട്, സാഖ്യേ സാഖ്യ തത്വം അനുസരിച്ച്, വിശദം അനലിറ്റിക്കൽ സ്റ്റഡി, മയ അഭിഹിത എന്നാൽ വിവരിക്കപ്പെട്ട, കിം തു എന്നാൽ യോഗേ ഫലോദിഷ്ടമല്ലാത്ത കർമ്മപ്രകാരം, ഇമാം ഈ ബുദ്ധിയെ, ശൃണു ശ്രദ്ധിക്കുക, പാർത്ഥ ഹേ പാർത്ഥ, യയാ ബുദ്ധിയ യാതൊരു ബുദ്ധിയോ, യുക്തനായിട്ട്, കർമ്മബന്ധത്തെ പ്രഹാസ്യസി നിനക്ക് മോചനം നേടാം. വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദ കീച്ചി. ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെ പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇതറിഞ്ഞു പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാവാം. പാർത്ഥ എന്തിനാ വിളിക്കുന്നത്? പാർത്ഥ ആരാ? എന്തുകൊണ്ടാ പാർത്ഥ എന്ന് വിളിക്കുന്നത്? സ്മിതമാജി എന്തോ പറയുന്നു? ഞാൻ ട്രാൻസ്ലേഷൻ വായിച്ചു. സൺ ഓഫ് പൃഥ എഴുതിയിട്ടുണ്ട്. കറക്റ്റ്. സൺ ഓഫ് പൃഥ, പൃഥിയുടെ പുത്രൻ പാർത്ഥ. ഹേ പാർത്ഥ, പൃഥിയുടെ പുത്രനായതുകൊണ്ടാണ് പാർത്ഥ എന്ന് വിളിച്ചത്. അപ്പം അർജുനൻ പറയുകയാണ്, അല്ല കൃഷ്ണൻ പറയുകയാണ്, ഞാൻ അപഗ്രഥമായ പഠനത്തിലൂടെ, നോക്കുക, വെറുതെ ഒന്നുമല്ല കൃഷ്ണൻ വന്ന് വിളിച്ചു പറയുന്നത്, ഓരോന്നും സൂക്ഷ്മമായിട്ട് നമുക്ക് വിവരിച്ചു തന്നു. അർജുനന് വിവരിച്ചു കൊടുത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി കർമ്മങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് കർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോവാൻ പറ്റത്തില്ല എന്നൊക്കെ വളരെ വിശദമായിട്ട് നമുക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഈ ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായം വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായേ നമ്മൾ ചിലപ്പോൾ കാണിച്ചതൊക്കെ തോന്നിവാസമാണെന്നുള്ളത്. അപ്പം അവിടെ നമ്മളല്ലേ, ഞാൻ ഒരു തിരുത്ത്, തോന്നിവാസമാണ്. അവിടെ ആ ജ്ഞാനത്തെ പറ്റി ഞാൻ വിവരിച്ചു തന്നു. ഇനി ഫലാസക്തി ഇല്ലാത്ത, അതായത് കർമ്മഫലങ്ങളെ ആഗ്രഹിക്കാതെ, ഒന്നും ഇച്ഛിക്കാതെ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് കർമ്മബന്ധനങ്ങളിൽ നിന്ന് വിമുക്തനാവാം. കർമ്മബന്ധനം എന്ന് പറയുമ്പം കർമ്മം ചെയ്യുന്ന, ആ കർമ്മം ചെയ്യുമ്പം ചിലപ്പോൾ അത് ഗുണവും വരാം, ദോഷവും വരാം. ഒരു പ്രവൃത്തിയും 100% തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല.
ഒരു പ്രവൃത്തിയും 100% ശരിയാണെന്നും പറയാൻ പറ്റത്തില്ല. രണ്ടിലും ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. പോയിന്റ് ഓഫ് വ്യൂ ആണ്, അല്ലെങ്കിൽ ഡിപ്പെൻസ് ഓൺ അറ്റ്മോസ്ഫിയർ ആണ്, ആ ഒരു സിറ്റുവേഷൻ ആണ് ഒക്കെ. അപ്പം അവിടെ അതുകൊണ്ട് അർജുന, നിനക്ക് ഗുണവും കിട്ടും ദോഷവും കിട്ടും. ഈ ഗുണത്തിനും ദോഷവും നമ്മൾ സേർട്ടൺ പീരീഡ് അനുഭവിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതിനെ കാലദോഷം അല്ലെങ്കിൽ നല്ല സമയം, ഇത് രണ്ടും പറയും. സേർട്ടൺ പീരീഡ് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിനക്ക് ഇതിൽ രണ്ടിൽ നിന്നും മുക്തനാവാൻ, ഒരു ഗുണത്തെ മാത്രം നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് രണ്ടും അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നിന്നെ ഈ രണ്ടിൽ നിന്നും ഞാൻ മുക്തനാക്കാം. അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം എന്നുള്ളതാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്, നമുക്ക് വേണ്ടിയിട്ട് പറയുന്നു. ഏഷാ തേ അഭിഹിതാ സാഖ്യേ एषा സാഖ്യേ ബുദ്ധിർയോഗേ ത്വമാം ശൃണു ബുദ്ധിർയോഗേ ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥഃ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. കർമ്മബന്ധം പ്രഹാസ്യസി. ഹരേ കൃഷ്ണ. സ്മിതമാജി ശ്ലോകം ചെയ്യും. ഏഷാ തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വ ഇമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്യാമ സുധീർ പ്രഭു. एषते अभिहिता साङ्ख्ये बुद्धिर्योगे त्व इमां शृणु बुद्ध्या युक्तया पार्थ कर्मबन्धं प्रहास्यसि. ഹരേ കൃഷ്ണ. മാതാജി. हरे कृष्ण प्रभु। एषा ते अभिहिता साङ्ख्ये बुद्धिर्योगे तु इमां शृणु बुद्ध्या युक्तो यया पार्थ कर्मबन्धं प्रहास्यसि. ഹരേ കൃഷ്ണ. മീരാജി. ഹരേ കൃഷ്ണ. ഏഷാ തേ പിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഹരേ കൃഷ്ണ. സുമാജി. हरे कृष्ण। एषा ते अभिहिता साङ्ख्ये बुद्धिर्योगे त्वमां शृणु बुद्ध्या युक्तो यया पार्थ कर्मबन्धं प्रहास्यसि. ഹരേ കൃഷ്ണ. ഗോപിനാഥ് പ്രഭു. हरे कृष्ण। एषा ते अभिहिता साख्ये बुद्धिर्योगे त्विमां शृणु बुद्ध्या युक्तो यया पार्थ कर्मबन्धं प्रहास्यसि. ഹരേ കൃഷ്ണ. ഇനി സുധീഷ് ജി. एषा ते अभिहिता साङ्ख्ये बुद्धिर्योगे त्वमां शृणु बुद्ध्या युक्तो यया पार्थ कर्मबन्धं प्रहास्यसि. ഹരേ കൃഷ്ണ. ജിരമാജി സ്വാഗതം. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. ശ്ലോകം പിന്നെ അതിന്റെ ഭാവാർത്ഥവും കൂടെ ഫസ്റ്റ് തുടങ്ങി. ഏഷാം തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശില പ്രഭാതർ കി ജയ്. നിരുക്തി എന്ന വൈദിക നിഘണ്ടു പ്രകാരം സാഖ്യം എന്നതിന് അർത്ഥം വിശദമായി പ്രതിപാദിക്കുന്നത് എന്നാണ്. ആത്മാവിന്റെ ശരിയായ സ്വഭാവത്തെ വിവരിക്കുന്ന തത്വശാസ്ത്രമാണ് സാഖ്യം. യോഗം ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെയും യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനന്റെ നിശ്ചയം ഇന്ദ്രിയ സുഖത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതത്രേ. തന്റെ പ്രധാന കടമ വിസ്മരിച്ചുകൊണ്ട് യുദ്ധം നിർത്താൻ അർജുനൻ ആഗ്രഹിച്ചു.
ധൃതരാഷ്ട്രപുത്രരായ തന്റെ സഹോദരങ്ങളെയും മറ്റുള്ളവരെയും കീഴടക്കി രാജ്യം വാഴുന്നതിനേക്കാൾ അവരെ വധിക്കാതിരിക്കുന്നതാണ് കൂടുതൽ സന്തോഷപ്രദം. രണ്ടു വിധത്തിലായാലും ഇന്ദ്രിയ സുഖമാണ് അടിസ്ഥാന തത്വം. ബന്ധുക്കളെ ജീവനോടെ കാണുന്നതിനുള്ള സന്തോഷത്തിനും അവരെ ജയിക്കുന്നതിനുള്ള സന്തോഷത്തിനും നിദാനം വ്യക്തിഗതമായ സുഖാനുഭൂതി തന്നെ. ഒരുപക്ഷെ ജ്ഞാനത്തെയും കർത്തവ്യത്തെയും അതിനായി ബലി കഴിക്കേണ്ടി വന്നാൽ കൂടി മുത്തച്ഛന്റെ ശരീരത്തെ കൊല്ലുന്നത് കൊണ്ട് ആത്മാവ് കൊല്ലപ്പെടുന്നില്ല എന്ന് കൃഷ്ണൻ വ്യക്തമാക്കുകയാണ്. താൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ശാശ്വതരായ വ്യക്തികളാണെന്ന് ഭഗവാൻ പറയുന്നു. അവർ പണ്ട് മുതൽക്കേ വ്യക്തികളായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ, ഭാവിയിൽ വ്യക്തിത്വത്തിലൂടെ വർത്തിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നാം എല്ലാം വ്യക്തിത്വമുള്ള ശാശ്വതരായ ആത്മാക്കളാണ്. നാം പല വിധത്തിലും നമ്മുടെ ശരീരമാകുന്ന ഉടുപ്പുകൾ മാറ്റാറുണ്ട്. ഭൗതികമാകുന്ന ഈ ഉടുപ്പുകളുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞതിന് ശേഷവും നാം വ്യക്തിത്വം നിലനിർത്തി പോരുന്നു. ആത്മാവിനെയും ശരീരത്തെയും കുറിച്ച് അപഗ്രഥനാത്മകമായ ഒരു പഠനം നടത്തി വ്യക്തമാക്കുകയാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്നത്. ശരീരത്തെയും ആത്മാവിനെയും വിവിധ കാഴ്ചപ്പാടുകളിലൂടെ വിശദമാക്കുന്ന വിജ്ഞാനത്തെ വൈദിക നിഘണ്ടുവായ നിരുക്തി സാഖ്യമെന്ന് വിശേഷിപ്പിക്കുന്നു. നാസ്തികനായ കപിലന്റെ സാഖ്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ആ നാസ്തിക കപിലന്റെ സാഖ്യത്തിന് എത്രയോ മുൻപ് തന്നെ കൃഷ്ണന്റെ അവതാരമായ യഥാർത്ഥ കപില മഹർഷി സാഖ്യ സിദ്ധാന്തം തന്റെ മാതാവായ ദേവഹൂതിക്ക് ഉപദേശിച്ചതായി ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ സദാ ക്രിയാത്മകനാണ്. അദ്ദേഹം പ്രകൃതിയെ വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ സൃഷ്ടി ഉണ്ടാകുന്നു. ഇതാണ് കപില സിദ്ധാന്തം. വേദങ്ങളും ഭഗവത്ഗീതയും ഇതിനെ അനുകൂലിക്കുന്നു. ഭഗവത് വീക്ഷണമേറ്റ പ്രകൃതി അണുമാത്രരായ ജീവജാലങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഈ ജീവാത്മാക്കളെല്ലാം ഇന്ദ്രിയ സുഖാനുഭൂതിക്കായിട്ടത്രേ ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത്. ഭൗതിക ശക്തിയാൽ മോഹിതരായിക്കൊണ്ട് സ്വയം ആസ്വാദകരാണെന്ന് അവർ ഓർത്തു പോകുന്നു. ഭഗവാനിൽ ലയിച്ചു ചേരാനുള്ള ജീവജാലങ്ങളുടെ ഈ മനോഭാവം മോക്ഷപ്രാപ്തിയോളം നിലനിൽക്കുന്നു. ഇതാണ് ഇന്ദ്രിയ സുഖാനുഭൂതി എന്ന മായയുടെ അവസാനത്തെ കെണി. ജന്മജന്മാന്തരങ്ങളോളം ഇന്ദ്രിയോന്മുഖ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ശേഷം പരമസത്യാന്വേഷണം പൂർത്തീകരിച്ച ഒരു മഹാത്മാവ് വാസുദേവനെ ശരണം പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ ഇന്ദ്രിയങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതായത് തീർച്ചയായിട്ടും അർജുനൻ നല്ല നടപ്പ് എന്ന് അല്ലെങ്കിൽ നല്ലവൻ എന്നുള്ള പറച്ചിൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് ആരെയും ഉപദ്രവിക്കേണ്ടെന്ന് തോന്നുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നഗ്നനായ രാജാവ് പോയപ്പോൾ ആരും പറയാൻ ധൈര്യപ്പെട്ടില്ല, അല്ലെങ്കിൽ തയ്യാറായില്ല രാജാവ് നഗ്നനാണെന്ന്. അതേസമയം ഒരു ഇന്ദ്രിയത്തിനോടും യാതൊരു അറ്റാച്ച്മെന്റും ഇല്ലാതെ ഒരു കുട്ടി ആയതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളോട് അറ്റാച്ച്മെന്റ് ഇല്ലാതിരുന്നത്. അതുകൊണ്ടാണ് സനസനന്ദ സനക സനാതന കുമാരന്മാര് സൃഷ്ടി വേണ്ട, ഞങ്ങൾക്ക് എന്നും ഇതേ പ്രായത്തിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞത്. ഒരു സർട്ടൺ ഇതിന് ശേഷമാണ് ഈ ഇന്ദ്രിയ ആസ്വാദനം, ഇന്ദ്രിയ അനുഭവത്തിക്ക് പുറകെ പോകുന്നത്. അതെനിക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എന്ന് അച്ഛനായ ബ്രഹ്മാവിനോട് പറയുക. ഇവിടെ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ലാതിരുന്നത് കൊണ്ട്, യാതൊരു ഇന്ദ്രിയ സംതൃപ്തിക്കും ഇടയും പുറവേ പോകേണ്ടതായി ഇല്ലാത്തത് കൊണ്ട് ആ ചെറിയ പയ്യൻ വിളിച്ചു പറഞ്ഞു, രാജാവേ അങ്ങ് നഗ്നനാണ് എന്ന് പറഞ്ഞു. അതേസമയം മറ്റുള്ളവരാരും തയ്യാറായില്ല. അതുപോലെ തന്നെയാണ്, അതേ കാര്യമാണ് ഇവിടെ അർജുനനെ സംബന്ധിച്ചിടത്തോളം. എന്ത് തോന്നും, മറ്റുള്ളവരെന്ത് പറയും, അങ്ങനെ ചെയ്താൽ കൊള്ളാമോ? അപ്പൊ അങ്ങനെ ആ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് തയ്യാറായില്ല. അടുത്ത പാരഗ്രാഫ് സ്മിതമാതാജി ഒന്ന് വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. അർജുനൻ കൃഷ്ണൻ തന്റെ ആത്മീയ ഗുരുവായി സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞു. ശിഷ്യസ്തേഹം ഷാദി മാം ത്വാം പ്രപന്നം. തുടർന്ന് ഭഗവാൻ ബുദ്ധിയോഗത്തിന്റെ അഥവാ കർമ്മയോഗത്തിന്റെ
പ്രവർത്തന പദ്ധതിയെ, അതായത് ഭഗവാന്റെ സുഖത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഭക്തിഭരിതമായ സേവനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവുമായി സമ്പർക്കം പുലർത്തലാണ് ഭക്തിയോഗമെന്ന് 10-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. ബുദ്ധിയോഗം പുലർത്തലാണ് ബുദ്ധിയോഗമെന്ന് 10-ാം അധ്യായത്തിൽ ബുദ്ധിയോഗമെന്ന് 10-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. ഭക്തിഭരിതമായ സേവനത്തിലൂടെ അല്ലാതെ അങ്ങനെ സമ്പർക്കം പുലർത്താനാവില്ല. എന്നാൽ അതീന്ദ്രിയ പ്രേമത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് അഥവാ കൃഷ്ണാവബോധമുള്ളവർക്ക് കൃഷ്ണന്റെ വിശേഷാനുഗ്രഹത്താൽ ഈ ബുദ്ധിയോഗം പ്രാപ്യമാകുന്നു. അതുകൊണ്ടത്രേ അതീന്ദ്രിയ പ്രേമം കൊണ്ട് സദാ ഭക്തി പുരസരം സേവന കർമ്മം നിർവഹിക്കുന്നവർക്ക് താൻ പ്രേമഭക്തിയെ കുറിച്ചുള്ള വിജ്ഞാനം നൽകൂ എന്ന് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ഭക്തന് ശാശ്വതമായ ആനന്ദത്തോടു കൂടിയ ഭഗവത് ധാമത്തിൽ സർവേശ്വരനെ നിഷ്പ്രയാസം പ്രാപിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവിടെ എന്താ പറയുന്നത്? ഭക്തിപരിതമായ സേവനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവുമായി സമ്പർക്കമാണ് ബുദ്ധിയോഗം. അപ്പം മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കണം. ആ ബുദ്ധിയെ പരമാത്മാവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഭഗവാനുമായിട്ട് എന്ന് ഇവിടെ പറയുന്നു. അത് സേവന കർമ്മം മൂലമേ ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അതിനെന്താ ചെയ്തത്? ശിഷ്യസ്തേ അഹം കാർപ്പണ്യദോഷോ അപഗത ചേതസ. അർജുനന്റെ സറണ്ടർ. അങ്ങനെ സറണ്ടർ ചെയ്ത് നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കണം എന്ന് ഇവിടെയും പറയുന്നു. സുമാജി, ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. നെക്സ്റ്റ് പേരാല പ്രഭു. അതെ അതെ, അങ്ങനെ ഈ ശ്ലോകത്തിൽ പറയുന്ന ബുദ്ധിയോഗം ഭക്തിയുക്തമായ ഭഗവത് സേവനമാണെന്നും ഇവിടെ ഉപയോഗിച്ച സാഖ്യപദം വ്യാജ കപിലന്റെ നാസ്തിക സിദ്ധാന്തമല്ലെന്നും വ്യക്തമായി. നാസ്തിക സാഖ്യവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അക്കാലത്ത് ജനങ്ങളിൽ അതിന് സ്വാധീന ശക്തി ഇല്ലായിരുന്നു. അത്രയുമല്ല, ഇത്തരം നാസ്തിക തത്വാധിഷ്ഠങ്ങളായ അഭ്യൂഹങ്ങളെ പറ്റി ഭഗവാൻ സ്പർശിച്ചിട്ട് പോലുമില്ല. ഭാഗവതത്തിൽ പ്രതിപാദിക്കപ്പെട്ടതാണ് കപില ഭഗവാന്റെ യാഥാർത്ഥ്യ സാഖ്യ സിദ്ധാന്തം. അതിനും ഈ സന്ദർഭത്തിൽ പ്രസക്തിയില്ല. ഇവിടെ സാഖ്യം എന്ന വാക്കിനർത്ഥം ആത്മാവിനെയും ശരീരത്തെയും അപഗ്രഥിച്ച് വിവരിക്കുക എന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ ആത്മാവിനെ കുറിച്ച് അപഗ്രഥിച്ച് വിവരിക്കുന്നത് അർജുനനെ ബുദ്ധിയോഗത്തിലേക്ക് അഥവാ ഭക്തിയോഗത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ സാഖ്യ സിദ്ധാന്തവും ഭാഗവത്തിൽ വിവരിച്ചിട്ടുള്ള കപിലദേവന്റെ സാഖ്യ സിദ്ധാന്തവും ഒന്നു തന്നെയാണ്. രണ്ടും ഭക്തിയോഗമാണ്. അതുകൊണ്ട് ബുദ്ധി കുറഞ്ഞവരെ സാഖ്യയോഗത്തെയും ഭക്തിയോഗത്തെയും വ്യത്യസ്തങ്ങളായി കാണൂ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത്. സാഖ്യയോഗ പൃഥക് ബാല പ്രവദന്തി ന പണ്ഡിതാഹ. നാസ്തിക സാഖ്യ സിദ്ധാന്തത്തിന് ഭക്തിയോഗത്തോട് ബന്ധമേ ഇല്ലായിരുന്നിരിക്കലും അതിനെക്കുറിച്ചാണ് ഭഗവത്ഗീത പ്രതിപാദിക്കുന്നതെന്ന് അല്പബുദ്ധികൾ അവകാശപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ സാഖ്യം എന്ന വാക്കിനർത്ഥം ആത്മാവിനെയും ശരീരത്തെയും അപഗ്രഥിച്ച് പഠിക്കുക. ഇതിനെയാണ് അനലിറ്റിക്കൽ സ്റ്റഡി, സാഖ്യയോഗം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. വാരണാസി മാതാജി. കൃഷ്ണാവബോധത്തിൽ മുഴുകി ഭക്തി നിർഭയമായ സേവനത്തിൽ പൂർണ്ണമായ ആനന്ദത്തോടും വിജ്ഞാനത്തോടും കൂടി പ്രവർത്തിക്കലാണ് ബുദ്ധിയോഗമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബുദ്ധിയോഗ സിദ്ധാന്തം അനുസരിച്ച് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആ തൊഴിൽ എത്രമാത്രം ക്ലേശകരമായിരുന്നാലും ദിവ്യമായ ആനന്ദം അനുഭവപ്പെടും. അങ്ങനെയുള്ള ദിവ്യ കർമ്മത്തിൽ ഏർപ്പെടുകയാൽ ഭഗവത് കൃപ മൂലം ദിവ്യമായ അറിവുകളെല്ലാം തീവ്രമായ ബാഹ്യശ്രമങ്ങൾ ഒന്നും കൂടാതെ തന്നെ അനായാസേന കൈവരുന്നു. അയാൾ പൂർണ്ണമായും മുക്തനായി തീരും. കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനവും
ഫലേച്ഛ മൂലമുള്ള വിശേഷിച്ച് ഭൗതികമായും കുടുംബ സംബന്ധമായുമുള്ള സുഖഭോഗ സിദ്ധിയെ ലക്ഷ്യമാക്കി ചെയ്യുന്ന പ്രവൃത്തികളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതിനാൽ നമ്മുടെ കർമ്മത്തിന്റെ അതീന്ദ്രിയ ഗുണമത്രേ ബുദ്ധിയോഗം. ഹരേ കൃഷ്ണ. കൃഷ്ണാഭോഗത്തിൽ മുഴുകി ഭക്തിപരിതമായ സേവനത്തിൽ പൂർണ്ണമായും ആനന്ദത്തോടും വിജ്ഞാനത്തോടും കൂടി പ്രവർത്തിക്കലാണ് ബുദ്ധിയോഗം. വീണ്ടും പറഞ്ഞു നിർത്തുന്നു. കൃഷ്ണാഭോഗത്തോടെയുള്ള പ്രവർത്തനവും ഫലേച്ഛമൂലയുള്ള വിശേഷിച്ച് ഭൗതികമായും കുടുംബ സംബന്ധവുമായുള്ള സുഖഭോഗ സിദ്ധിയെ ലക്ഷ്യമാക്കി ചെയ്യുന്ന പ്രവൃത്തികളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അങ്ങനെ അപ്പം ആത്മാവിനെയും ശരീരത്തെയും അപഗ്രഥിച്ച് വിവരിക്കുക. അപ്പൊ ആ ഒരു സ്റ്റഡിയാണ് ഇവിടെ ഈ ഒരു ശ്ലോകം കൊണ്ട് ഭഗവാൻ അർജുനനോട് പറഞ്ഞതും അതിനെ വിശദമായിട്ട് പ്രഭുപാദര് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും വിശദമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം ശരീരം എന്ന് പറയുന്നത് ആണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ശരീരം ഏതാണ്? എന്തിനെ കൊണ്ടാണ് ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. 24 ഘടകങ്ങളെ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. 24 ഘടകങ്ങൾ. നമ്മൾ നേരത്തെ പഞ്ചമഹാഭൂതങ്ങളെ പറ്റി പഠിച്ചു. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച. ആ അഹങ്കാരമിതി ഭിന്ന പ്രകൃതി. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. അങ്ങനെ 8 എലമെന്റ്സിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ ഒന്നും കൂടെ ബ്രീഫായിട്ട് ഈ ശരീരത്തെയാണ് കർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. ആത്മാവിരിക്കുന്ന ഈ ശരീരത്തെ കർമ്മക്ഷേത്രം എന്ന് പറയുമ്പോൾ ഈ പരമാത്മാവിനെ ബുദ്ധി കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഈ ക്ഷേത്രം, അതായത് ഈ ശരീരത്തെ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചോയ്സാണ്. ഈ ക്ഷേത്രത്തെ, അതായത് ഒന്നുകിൽ ബുദ്ധി കൊണ്ട് പരമാത്മാവിനെ ഘടിപ്പിക്കാതെ ഒന്നുകിൽ നമുക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്റർ മാതിരി പ്രവർത്തിക്കാം, അതല്ല പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ശാന്തി കിട്ടുന്ന, മനസ്സിന് ശാന്തി കിട്ടുന്ന, അല്ലെങ്കിൽ കുടുംബത്തിന് അനുഗ്രഹം കിട്ടുന്ന ക്ഷേത്രമായി കണക്കാക്കാം ഈ ശരീരത്തെ. രണ്ടും നമ്മുടെ ചോയ്സാണ്. അതിന് ഈ 24 ഘടകങ്ങളെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഈ 24 ഘടകങ്ങൾ എന്താണെന്നുള്ളതാണ് ആദ്യം അറിയുന്നത്. ഒന്ന് പഞ്ചമഹാഭൂതങ്ങൾ: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. പിന്നെ അടുത്തത് 3 ഘടകങ്ങൾ: മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്ത നിലയിലുള്ള 3 ഗുണങ്ങൾ: സാത്വികം, രാജസികം, താമസികം. ഇങ്ങനെ 3 ഘടകങ്ങൾ. 8, 5 മഹാഭൂതങ്ങൾ, 5 പഞ്ചമഹാഭൂതങ്ങൾ, പിന്നെ 3 അവ്യക്തഗതമായിട്ടുള്ള 3 കാര്യങ്ങൾ: മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്ത നിലയിലുള്ള സാത്വിക, രാജസിക, താമസിക ഗുണങ്ങൾ. പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ വരുന്നത് 5 കർമ്മേന്ദ്രിയങ്ങളാണ്. ശബ്ദം, കൈകാലുകൾ, ഗുദം, ഉത്പാദനേന്ദ്രിയം, ഇവരെ ഈ 5 എണ്ണം കർമ്മേന്ദ്രിയങ്ങൾ. പിന്നെ അതിവിശിഷ്ടമായ ഒരു ഇന്ദ്രിയം, അതിനെ ആന്തരേന്ദ്രിയം എന്ന് പറയുന്നു. എന്താണ്? മനസ്സ്. അപ്പൊ അങ്ങനെ ഈ പഞ്ചമുഖാഭൂതങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഒരു ആന്തരേന്ദ്രിയമായ മനസ്സും കൂടെ ചേർക്കുമ്പോൾ 11 ഇന്ദ്രിയങ്ങളായി. പിന്നെ 5 ഇന്ദ്രിയ വിഷയങ്ങൾ. ഭയങ്കര പ്രശ്നമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. 5 ഇന്ദ്രിയ വിഷയങ്ങൾ: ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം. ഇങ്ങനെ 5 ഇന്ദ്രിയ വിഷയങ്ങൾ. ഈ 24 ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ശരീരം. കോംപ്ലിക്കേറ്റഡ് ആണ്, വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് അർജുനൻ ഭഗവാനോട് പറഞ്ഞത്, കൃഷ്ണ, മനസ്സെന്ന് പറയുന്നത്
കാറ്റിനേക്കാൾ വേഗതയുള്ളതാണ്, അതിനെ പിടിച്ചു നിർത്താൻ വളരെ വിഷമമാണ് എന്ന് പറഞ്ഞു. പക്ഷേ കൃഷ്ണനും സമ്മതിച്ചു, അർജുന നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിരന്തരമായ അഭ്യാസം കൊണ്ട് നമുക്ക് നിസാരമായി ഈ മനസ്സിനെ, ഈ ഇന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്താം എന്ന് പറഞ്ഞു അർജുനൻ. അപ്പം ശരീരത്തിന്റെ മാറ്റങ്ങൾ വീണ്ടും അനലിറ്റിക്കൽ സ്റ്റഡി വീണ്ടും പറയുന്നുണ്ട്, ശരീരത്തിൽ 6 വിധമായ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ജനനം, വളർച്ച, സ്ഥിതി, പ്രത്യുത്പാദനം, ക്ഷയം, മരണം. 6 വിധമാണ്. അപ്പം ഈ ശരീരം അസ്ഥിരമാണ്, പക്ഷേ അതിനകത്തിരിക്കുന്ന പരമാത്മാവ് ക്ഷേത്രജ്ഞൻ സ്ഥിരമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, അർജുന നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ശരീരം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. കാലം 24 ഘടകങ്ങൾ ചേർന്നാണ്, 24 ഘടകങ്ങൾ എവിടെയോ പോകും, പക്ഷേ ആത്മാവ്, ആ ക്ഷേത്രജ്ഞൻ അവിടെ സ്ഥിതി ചെയ്യും. അപ്പം ഇവിടെ വീണ്ടും മനുസ്മൃതി ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്, നിരന്തരമായി എപ്പോഴും ഒരു തീയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു തീ ഇങ്ങനെ കത്തുകയാണ്. ഓക്കെ, തീ ആവശ്യം പോലെ സംതൃപ്തമായി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ധനം ഒഴിച്ചുകൊണ്ടിരിക്കുക. നിന്റെ സംതൃപ്തമായിട്ട് തീരുന്നത് വരെ നീ കത്തിക്കൊണ്ടിരിക്കുക, എന്നിട്ട് എനിക്ക് സംതൃപ്തിയായി, ഇനി കത്തുന്നില്ല എന്ന് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കേൾക്കുമോ? നമ്മൾ കൊണ്ടുവന്നിട്ട് തീ ഒഴിച്ചുകൊണ്ടിരിക്കും, ഇത് പിന്നെ എന്താണ്, ഇന്ധനം ഫ്ലൂയിഡ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്യുവൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ കത്തിത്തീ, നിനക്ക് സംതൃപ്തിയാവുമ്പം പറ, നിനക്ക് സംതൃപ്തിയാവുമ്പം പറ, അതുവരെ ഞാൻ തന്നുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞാൽ തീ കേൾക്കുമോ? ഇല്ല, തീ കത്തിക്കൊണ്ടിരിക്കും. അവിടെ അതുപോലെയാണ് കാമവും ഇന്ദ്രിയ അനുഭൂതിയും. ഇത് ഒരിക്കലും തൃപ്തിയാവത്തില്ല നോർമലി. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കെണി എന്ന് വേണമെങ്കിൽ ഈ ഇന്ദ്രിയ തൃപ്തിയെ പറ്റി പറയാം. അതായത് ഭൗതിക ലോകത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം, നമ്മുടെ ഭൗതിക ആസ്വാദനത്തിന് വേണ്ടിയിട്ട് എല്ലാ പ്രവൃത്തികളുടെയും കേന്ദ്രം, in the material world the center of activity is sex, and thus this material world is called മൈഥുന്യ ആകാര, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തെ മൈഥുന്യ ആകാര അല്ലെങ്കിൽ ലൈംഗിക ജീവിതത്തിന്റെ ചങ്ങലകൾ എന്ന് വിളിക്കും. ഇതിൽ നിന്ന് പുറത്തു വരണം. ഈ ശരീരക്ഷേത്രത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചോയ്സാണ് എങ്ങനെ ഈ ശരീരത്തെ കൊണ്ടുപോകാം എന്നുള്ളത്. നിസ്സാരമായൊരു കാര്യം. കുഞ്ഞ് ജനിക്കുന്നു, കുഞ്ഞ് ജനിച്ചിട്ട് സുശീം പ്രഭു, കുഞ്ഞ് എപ്പോഴാ അപ്പിയിടുന്നേ? എന്താ പ്രഭു? ആ ഓക്കെ, അപ്പൊ അമ്മൂമ്മ ഉണ്ടല്ലേ. കുഞ്ഞ് ജനിക്കും, കുഞ്ഞ് എപ്പോഴാ അപ്പിയിടുന്നത്? എനിക്ക് ക്ലിയർ ആവില്ല പ്രഭു. കുഞ്ഞുങ്ങൾ എപ്പോഴാണ് അപ്പിയിടുന്നേന്ന്? ഇഴഞ്ഞു നടക്കുന്ന ഒരു കുഞ്ഞായിരിക്കുന്നു വിചാരിച്ചോട്ടെ. ഇഴഞ്ഞു നടക്കുന്ന കുഞ്ഞ് എപ്പോഴാണ് അപ്പിയിടുന്നത്? അവര് പല സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളപ്പോ അപ്പിയിടും. ശരിയല്ലേ? നമുക്ക് ഒരു കൺട്രോളും ഇല്ല, നമ്മൾ അതിനകത്ത് ഒരു കൺട്രോളും ഇല്ല. അവരതിനകത്ത് അപ്പിയിടുകയും ചെയ്യും, ആ അപ്പിയിൽ കയറി ചവിട്ടി കളിക്കുകയും ചെയ്യും, നിരങ്ങുകയും ചെയ്യും. അവരതിന് ഒരു വൃത്തികേട് കാണുകയുമില്ല. ശരിയല്ലേ? അതേസമയം നമ്മൾ അതിനെ വൃത്തികേടായിട്ട് കാണുകയും ചെയ്യുന്നു. ശരിയല്ലേ? അപ്പം ഈ അപ്പിയിടുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? കുറെ പ്രായം, മാസങ്ങൾ കഴിയുമ്പോഴത്തേന് ഇതിനെ നിയന്ത്രിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും. ശരിയല്ലേ? ഈ ക്ഷേത്രത്തിൽ ഉള്ളതാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം. ഇതിലുള്ളതാണ്, ഈ ശരീരത്തിലുള്ളതാണ്, ഈ ക്ഷേത്രത്തിലുള്ളതാണ്. ഇതിനെ വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മലീമസമായ കാര്യങ്ങളെ പുറന്തള്ളുന്നതിനെയാണ് അപ്പിയിടുക എന്ന് പറയുന്ന കുട്ടികൾ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേന് നിനക്ക് തോന്നും പോലെ ചെയ്യാൻ പാടില്ല. അതിന് സർട്ടൺ ടൈം ഒക്കെ വെച്ച്, അലാറമൊക്കെ വെച്ച് നമ്മളെ കൊണ്ടുപോയി കുത്തിയിരുത്തി മുക്കിച്ച് അതിനെ ഒരു ടൈം ആക്കി, ഒരു കൺട്രോൾ റെഗുലേറ്റർ ആക്കി എടുക്കും. ഇല്ലേ? ശരിയല്ലേ? നമ്മുടെ ജീവിതത്തെയും
നമ്മുടെ തൃഷ്ണകളെയും നമ്മുടെ ഇന്ദ്രിയ ആസ്വാദനത്തിനെയും അതുപോലെ ബുദ്ധി കൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ഈ ശരീരശാസ്ത്രം, ഈ അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. കാര്യം ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കാമത്തിന്റെ ഇരിപ്പിടങ്ങളാണ്. അത് നമുക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും അതിനെ നമുക്കത് സത്യസന്ധമാണെന്ന് ആയിട്ടാണ് പറയുന്നത് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ ഒരു കഥ പറയാം. ഒരു രാജാവിന്റെ മന്ത്രി പടുകിളവനായി രോഗശയ്യയിലായി മരിക്കാൻ കിടക്കുകയാണ്. ആര് വന്ന് നോക്കിയിട്ടും ഈ മന്ത്രി എഴുന്നേൽക്കുന്നതേയില്ല, ഒരു വാക്കുപോലും പറയുന്നില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നില്ല. ഈ രാജാവിൻ്റെ അടുത്ത് രാജാവിൻ്റെ ചെറുപ്പക്കാരനായ മന്ത്രി പറഞ്ഞു, രാജാവ് പോകുമ്പോൾ അങ്ങയുടെ സുന്ദരിയായ മകളെയും കൂടെ കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ഈ മകളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പം മന്ത്രിയുടെ കുടുംബം, മന്ത്രിയുടെ ഭാര്യ, മന്ത്രിയുടെ മക്കള് പറഞ്ഞു, ദിവസങ്ങളായി വെള്ളം കുടിച്ചിട്ട് ഒരിറ്റ് വെള്ളം പോലും കുടിക്കുന്നില്ല, ഞങ്ങൾ വിഷമത്തിലാണ് എന്ന് പറയുമ്പം രാജാവ് ചോദിച്ചു, മന്ത്രി എഴുന്നേക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ മന്ത്രിയുടെ മക്കളെല്ലാം പറഞ്ഞു, രാജാവ് വന്നിട്ടുണ്ട്, രാജാവ് മാത്രമല്ല രാജാവിന്റെ മകളും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. രാജാവിന്റെ മകള് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഈ വൃദ്ധനായ മന്ത്രി കണ്ണു തുറന്ന് ചാടി എഴുന്നേറ്റു. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ. ഇതിനെ നിയന്ത്രിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനെ ഭൗതിക ആസ്വാദനത്തിന്റെ പുറകെ പോകല്ലേ അർജുന, നീ നിന്റെ ഭൗതികമായ ഇന്ദ്രിയത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ നിന്റെ ബഹുമാനം മാത്രമല്ല, നിന്റെ ബന്ധുജനങ്ങളോടുള്ള നിന്റെ സ്നേഹം മാത്രമല്ല, ബന്ധുജനങ്ങളോടുള്ള നിന്റെ ദയയും മാത്രമല്ല, നാളെ മറ്റുള്ളവർ എന്ത് പറയും എന്നെ, എങ്ങനെയൊക്കെ എന്നെ പഴിചാരും, ഇതൊക്കെ നല്ലതാണോ? അതുകൊണ്ട് നിന്നെ നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടി മാത്രം നീ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഇന്ദ്രിയ ആസ്വാദനങ്ങളുടെ നമ്മുടെ ഏതൊരു പ്രവൃത്തിയും അത് അങ്ങനെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, രാജാവ് നഗ്നനായി നടക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രവൃത്തി എന്താണോ നമ്മുടെ ജന്മനാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി, ആ പ്രവൃത്തി അതിൻ്റെ ഗുണവും ദോഷവും നീ എടുക്കാതെ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ നോക്കുക. നല്ലൊരു നടനായിരിക്കും, നല്ലൊരു നാടക നടനെ പോലെ നീ അഭിനയിച്ച് സൂപ്പർ ഹീറോ ആകാനാണ് പറഞ്ഞത്. അതിൻ്റെ ഗുണവും ദോഷവും ഒന്നും നീ നോക്കേണ്ട ആവശ്യമില്ല. മിമിക്രിക്കാരെ നോക്കണം. തൊട്ടു മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന മന്ത്രിമാരെ അല്ലെങ്കിൽ നടന്മാരെ ഒക്കെ നോക്കിയിട്ടാണ് കളിയാക്കുന്നത്. അവര് ഷെയിം നോക്കാറുണ്ടോ? ലജ്ജ അല്ലെങ്കിൽ ചമ്മല് നോക്കാറുണ്ടോ? അല്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാറുണ്ടോ? ഇല്ല. അവരുടെ ഡ്യൂട്ടിയാണ്. എൻ്റെ ഡ്യൂട്ടിയാണ് മിമിക്സ് പരേഡ് എന്ന് പറയുന്നത്, മിമിക്രി എന്ന് പറയുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്. ആ മിമിക്രി ഞാൻ മോഹൻലാലിനെ അനുകരിക്കണം എന്നുണ്ടെങ്കിൽ മോഹൻലാലായിട്ട് തന്നെ ചെയ്യണം. അതല്ല ഞാൻ മുഖ്യമന്ത്രിയുടെ റോളാണ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് തന്നെ സംസാരിക്കും. ഏറ്റവും കൂടുതൽ വിമർശനം മിമിക്രിക്കാരിൽ നിന്ന് കിട്ടിയ 2 മുഖ്യമന്ത്രിമാരാ. സുശീംപ്രഭു ആരൊക്കെയാണെന്ന് അറിയാമോ? അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, കരുണാകരൻ. ഉമ്മൻചാണ്ടിയും മോശം, ഉമ്മൻചാണ്ടിയും ഒരുപാട് ട്രോളൊന്നുണ്ട്, അതൊക്കെ ഉണ്ട്. നാളെ അവരെന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് പറയാതിരുന്നു? ഇല്ല. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ചിരിച്ച് കണ്ടിട്ടുള്ള അത് കരുണാകരൻ മാത്രമേ ഉള്ളൂ വളരെ സൗമ്യമായിട്ട് കണ്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ പല ഘട്ടങ്ങളിൽ. ഇപ്പം ഇവിടെ പറഞ്ഞത്, ഇപ്പം നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ എങ്ങനെ അടക്കാൻ പറ്റും എന്നുള്ളതാണ് 2. മഹാപ്രസാദേ ഗോവിന്ദേ നാമ ബ്രാഹ്മണി വൈഷ്ണവേ
സ്വൽപ പുണ്യവർദ്ധൻ രാജൻ വിശ്വാസോ നൈവജായതേ. ഭഗവാന് നിവേദിച്ചിരിക്കുന്ന ഭക്ഷണം, നിവേദ്യശിഷ്ടം നമ്മൾ കഴിക്കാൻ ശീലിക്കുക. അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നീ എപ്പോഴും എന്നെ കുറിച്ച് ചിന്തിക്കുക അർജുന. നീ എനിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും. നീ ഇതെല്ലാം മറക്കും. നീ സെന്റിമെന്റ്സ് എല്ലാം വിട് അർജുന. നീ ഇപ്പൊ എന്റെ ശിഷ്യനാണ്. ഗുരു എന്ന നിലയ്ക്ക് ഞാൻ നിന്നോട് പറയുകയാണ് അർജുന, നീ പോയി യുദ്ധം ചെയ്ത്. ഞാൻ പറഞ്ഞിട്ടാണ് നീ യുദ്ധം ചെയ്ത്. നിനക്ക് ഒരു പാപവും വരത്തില്ല. കരോഷി യഥസ്നാസി യജുകോഷി യഥാസി തപസ്യസ്യ കൗന്ദേയ തത്പുരുഷമതർപ്പണം. നീ എനിക്ക് വേണ്ടിയിട്ട് നീ എന്ത് പ്രവർത്തി ചെയ്യുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ അർജുന, നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുക. നീ വേറൊന്നും ചിന്തിക്കേണ്ടയില്ല. നിന്നെ ഞാൻ ആ ശ്ലോകം ഏതാണ്? പാപങ്ങളിൽ നിന്ന് മുക്തനാക്കാം. കൗന്ദയ പ്രതിയാഹി നാമേ ഭക്ത്യ പ്രണശ്യതി. എന്റെ ഭക്തൻ ഒരിക്കലും നാശം അടയുന്നില്ല. അതല്ലാതെ വേറൊരു ശ്ലോകമുണ്ട്. പാപപ്രതികരണങ്ങളിൽ നിന്നും നിന്നെ ഞാൻ മുക്തനാക്കാം. പാപപ്രതികരണങ്ങളിൽ നിന്നും നിന്നെ ഞാൻ മുക്തനാക്കാം. ഒരു ശ്ലോകം വരുന്നുണ്ട്, 18ാമത്തെ അധ്യായത്തിലാണ്. അങ്ങനെ ഒരുപാടുണ്ട് ബ്രോ. അതെ, സ്വഭാവനിയതം കർമ്മം കുർവിൻ അബ്നോദികിൽ ബിഷമുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ലൈഫിന്റെ സെൻട്രലിൽ കൃഷ്ണനെ നിർത്തണം. അങ്ങനെ നിർത്തിയാലോ ഏത് കാര്യത്തിലും ഭഗവാനെ നമ്മൾ ചിന്തിക്കണം. നമ്മളെ ഭഗവാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ റൂട്ടീൻ ആക്ടിവിറ്റീസ് നിർത്താൻ. ഭഗവാൻ പറഞ്ഞിട്ടില്ല ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നിർത്താൻ. ഒരു ഗുരുജനങ്ങളും ഒരു ആചാര്യന്മാരും പറഞ്ഞില്ല നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി, നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾ, നമ്മുടെ ശീലങ്ങൾ നിർത്താൻ. അതേസമയം എന്താണ് നമ്മുടെ ചിന്തകളെ മാറ്റാൻ പറഞ്ഞു. നീ പ്രവർത്തിച്ചു, ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നീ ദൈനംദിന പ്രവൃത്തികൾ നീ അതേപോലെ തന്നെ കൊണ്ടുപോയിക്കോ. പക്ഷെ എന്താ ചെയ്യേണ്ടത്? നിന്റെ ചിന്തകളെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യിക്കുക. എന്നിട്ട് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് നീ തീരുമാനിക്കുക. നീ അങ്ങ് ചിന്തിക്കുക, കൃഷ്ണ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് ചെയ്യുക എന്നങ്ങോട്ട് ചിന്തിക്കുക. വേറൊന്നും ചെയ്യേണ്ട, മനസ്സിനെ ചിന്തിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സൂര്യൻ ഉദിക്കുന്ന ഉടൻ ഈ കട്ടക്കറുപ്പ് രാത്രിയെ മുഴുവൻ യാന്ത്രികമായി അപ്രത്യക്ഷമാകും, പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമാകും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ളതല്ല, എല്ലാ മോഹങ്ങളിൽ നിന്നും നമ്മൾ മുക്തനാകും. ജീവിതത്തിലെ ഏറ്റവും വലിയ കെണിയാണ് ലസ്റ്റ്. ലസ്റ്റ് എന്ന് പറയുമ്പം അതിന്റെ കറക്റ്റ് മലയാളം ആർത്തി ഇല്ലേ? ദുരാഗ്രഹം. ലാസ്റ്റ് കാമൊന്നും പറയാൻ പറ്റില്ല. കാമപൂർത്തി, ലസ്റ്റ്. അത് ആഗ്രഹത്തിന് ഉപരിയാണ്. കാമപൂർത്തി എന്ന് പറയുമ്പോൾ അത്യാഗ്രഹത്തിനും ഉപരിയാണ്. അതിൽ നിന്ന് നിനക്ക് മോക്ഷം പ്രാപിക്കാം. ഭക്തിയിൽ പോലും ആർത്തിയുണ്ട്. എന്താ? എനിക്ക് മാത്രം ഭക്തി മതി, എനിക്ക് മാത്രം ഭഗവാനെ സേവിച്ചാൽ മതി, എന്റെ മാത്രം ഭഗവാനായാൽ മതി. എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാളുണ്ടായിരുന്നു. കടവുളെ എന്നെ മട്ടും താൻ കാപ്പാക്കും എന്ന് എപ്പോഴും പറയും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുടിച്ചു വന്നിട്ട് അലമാരി തുറക്കും, റൂമിലെ അലമാരി തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നത്, കടവുളെ എന്നെ മട്ടും താൻ കാപ്പാക്കുന്നു. അപ്പൊ ഉടനെ ഞങ്ങൾ കളിയാക്കി ചോദിക്കും, ഞങ്ങളെ ആരും വേണ്ട കാപ്പാത്തണ്ടേന്ന് ചോദിക്കും. അപ്പം ചിരിച്ചോണ്ട് പോകും. പിറ്റേന്ന് രാവിലെ ഇത് തന്നെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്, കടവുളെ എന്നെ മട്ടും താൻ കാപ്പാക്കുന്നു. ഭക്തിയുത അസൂയാരഹിതമായ ഭക്തിയുത സേവനം വേണം. അതുപോലെ നമ്മുടെ ശരീരത്തെ പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്റർ ആക്കാതെ, മലീമസമായ മലത്തിൽ കുഞ്ഞ് കിടക്കുമ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബലമായിട്ട് ആ കുഞ്ഞിനെ നിയന്ത്രിച്ച് അലാറം വെച്ച് എഴുന്നേൽപ്പിച്ചിട്ട് മൂത്രമൊഴിപ്പിക്കുന്നു, അലാറം വെച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അപ്പി ഇടാൻ മുക്കിക്കുന്നു ഒക്കെ ചെയ്ത് ആ കുട്ടിയെ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ അത് അതിൻ്റെ ജോലി സ്ഥലത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോഴോ അതിൻ്റെ ശരീരം ദുർഗന്ധമാക്കേണ്ടി വരുന്നില്ല. അതാണ് ഈ അനലിറ്റിക്കൽ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരത്തിൻ്റെ 24 ഘടകങ്ങളെയും
നമ്മൾ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ച് നമ്മുടെ മോഹം എന്ന തമസിനെ സൂര്യപ്രകാശം കൊണ്ട് പ്രശോഭിപ്പിക്കുന്നത് പോലെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പ്രശോഭിപ്പിക്കണം എന്ന് ഈ അപഗ്രഥ പഠനത്തിലൂടെ ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് അർജുനനെ ഉപദേശിക്കുന്നു. ഹരേ കൃഷ്ണ. സുശീൽ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഞാനൊന്ന് പ്രഭു എല്ലാം പറഞ്ഞല്ലോ. എങ്കിലും ഞാൻ എന്ത് പറയാൻ, ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അടുത്ത ശ്ലോകം നല്ല ശ്ലോകമാണ്. അതെ. 40. ഇതിനകത്ത് സ്വല്പമപ്യ ധർമ്മസ്യ. എനിക്ക് പറയാനുള്ളത് ഈ 4 പേര് ഇതിനകത്ത് ഏതാണ്ട് 50-50 അല്ല 5 പേര് വീഡിയോയിലല്ല ഉള്ളത്. അത് വളരെ കഷ്ടമാണ്. അല്ല, എന്താ അറിയാമോ ശിംപ്രഭു, ചില ക്ലാസ്സുകളിൽ വീഡിയോ ഓൺ ചെയ്യിക്കത്തില്ല. നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിരുന്നാൽ മതി എന്ന് പറയും. അത് ജഗസാക്ഷി പ്രഭു ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം അത് ജഗസാക്ഷി പ്രഭു മാത്രമേ സംസാരിക്കുന്നുള്ളൂ അവിടെ. വേറെ ആരും ഉണ്ടോ ഇല്ല എന്നുള്ള അവിടെ ഇമ്പോർട്ടന്റ് അല്ല. അതൊരു ഒൺ ഡയറക്ഷണലാണ്. ഇത് ഒൺ ഡയറക്ഷണൽ അല്ല. അതുകൊണ്ടാണ് ഇവരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. ശ്യാമസുധീർ പ്രഭു, വിജയ മാതാജിക്ക് അവിടെ എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെ നാട്ടിൽ നിന്നാണ്, ഗുരുവായൂരിൽ നിന്നാണ് വിജയ മാതാജി. ശ്യാമസുധീർ പ്രഭുവിന് വീഡിയോ ഓൺ ചെയ്യാം. DDY ഗോപിനാഥ പ്രഭുവിന് വീഡിയോ ഓൺ ചെയ്യാം. ഞാൻ എല്ലാരും ചെയ്യണം എന്നല്ല, മെജോറിറ്റി എങ്കിലും എന്നേ ഉള്ളൂ. ഇതിപ്പോ മെജോറിറ്റി ഇല്ല ഇതിനകത്ത്. ഇതൊരു വീഡിയോ കോൺഫറൻസ് ആണ്. ഹരേ കൃഷ്ണ. പ്രഭു കണ്ടിന്യൂ ചെയ്തോളൂ, പറയൂ. ഞാനതാ ഈ 40ാമത്തെ ശ്ലോകം കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് പിന്നെ കവറായി. പറഞ്ഞോളൂ പ്രഭു, 40ാം ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞോളൂ. സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മാധവമായ. അതെനിക്ക് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി. നഷ്ടമോ ലോപമോ ഈ ഉദ്യമത്തിലില്ല. അതെ, നഷ്ടമില്ല ഈ ഉദ്യമത്തിൽ. അത് എല്ലാരെയും ഒന്ന് ബാധിക്കുന്ന ഒരു ശ്ലോകമാണ്. പ്രഭുപാദരൊക്കെ ചോദിച്ച കണക്കാണത്. നിങ്ങൾ ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ വേളം മുഴുക്കുണ്ടാക്കുന്നു, മരിച്ചു ചെല്ലുമ്പം അഥവാ കൃഷ്ണൻ ഇല്ലെങ്കിലോ കണക്കാണ്. അപ്പൊ പ്രഭുപാദർ പറയുന്നത് ഇതാണ്, കൃഷ്ണൻ ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല, ഐ എം ഹാപ്പി ടു ലീഡ് എ ലൈഫ് ലൈക്ക് ദിസ്. പക്ഷെ കൃഷ്ണൻ ഉണ്ടെങ്കിലോ നിന്റെ കാര്യം എന്താവും തിരിച്ചു ചോദിക്കും. അത് കണക്ക് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് നമുക്ക് സന്തോഷകരമായിരിക്കണം. അതൊരു എന്നിട്ട് അപ്പം സത്യം ഈ ഇപ്പൊ ഇതുവരെ പറഞ്ഞു വന്നിരുന്നതിന്റെ ഒരു കംപ്ലീറ്റ് ആൻസർ ഈ ശ്ലോകത്തിലൂടെ ശിഷ്യം പ്രഭു ഹരേ കൃഷ്ണ വന്നു. കാര്യം മലയാളികൾക്ക് അത് വളരെ ഇതായിരിക്കും. കാരണം മലയാളിക്ക് വിശ്വാസം ഇല്ലല്ലോ പൊതുവെ. അപ്പൊ അഥവാ ഇല്ലെങ്കിലും ഒന്നും ഇല്ലല്ലോ. നമ്മൾ വളരെ വൃത്തിയായിട്ട് ജീവിക്കുന്നു, ഹെൽത്തിയാണ്, വൈസ്, ഇന്റലിജൻസ്, കോൺസെൻട്രേഷൻ എല്ലാം കൂടുന്നുണ്ട്. ദിസ് ഇസ് എ വെരി ഗുഡ് സിസ്റ്റം. സോ അഥവാ ഇല്ലെങ്കിലും ഒന്നുമില്ല, ഇറ്റ്സ് ഓക്കെ. മലയാളിക്ക് ഇല്ലെന്ന നല്ലോണം ബോധ്യമുള്ളവരാണല്ലോ മെജോറിറ്റി. സോ ബട്ട് അറ്റ്ലീസ്റ്റ് അവർക്കൊരു വൃത്തിയായ ഒരു സ്വസ്ഥമായ ജീവിതം കിട്ടും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലിലെങ്കിലും പോകാതിരിക്കുക, അധികം കുടുംബത്തിന് സമാധാനം കിട്ടും. അവരെ ടെമ്പർ മാറി കിട്ടും, അവർക്ക് ദേഷ്യം വരുന്ന കുറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു വളരെ ക്ലിയർ ഇത്രയും നല്ലൊരു നോളജ് ഇവിടെ ഉണ്ടായിട്ട് അത് പഠിക്കാതെ പോകുന്ന വലിയ കഷ്ടമാണ് ഇന്ത്യയിൽ ജീവിച്ചിട്ട്. അറ്റ്ലീസ്റ്റ് ആ ശ്ലോകത്തിൽ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ അത്രയെങ്കിലും ധർമ്മമെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥിതി. അത് നമ്മൾ പണ്ട് നേരത്തെയൊക്കെ കാണാതെ പഠിച്ചൊരു ശ്ലോകമാണത്. ഞാൻ ഇപ്പോഴാണ് കണ്ടത് അത്. അതെ. സുധീഷ് ഒരുപാട് നാളായി കണ്ടിട്ട്. സുധീഷ് പറഞ്ഞോളൂ, എന്ത് പറയാം? പ്രഭു എല്ലാം കുറച്ച് നാൾക്ക് ശേഷം കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. പിന്നെ സുശീൽ പ്രഭു വളരെ ആക്റ്റീവായിട്ട് മുന്നിൽ വന്ന് നമുക്ക് ഫിലോസഫിയുടെ ഒക്കെ ചില ടോപ്പിക്സ് ഒക്കെ ടച്ച് ചെയ്തെന്ന് നന്നായിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ വരാറുന്നത് ശരിക്കും സിഗ്നൽ ഇഷ്യൂസ് ഉണ്ട്. ഇടയ്ക്കൊക്കെ വോളിയം ഡ്രാഗ് ആവുന്നുണ്ട്. അപ്പൊ ചോദിച്ചാൽ നമ്മുടെ സൈഡിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്ന കുറയ്ക്കുക. പിന്നെ കൃഷ്ണനും നമ്മുടെ പഠിപ്പിക്കുന്ന സാറും അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അങ്ങ് ചെയ്യാന്ന് വെച്ചു.
പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ടോപ്പിക്കിന്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. ഇപ്പൊ ഇതെല്ലാം ഓരോ ത്രോട്ട് പ്രൊവോക്കിംഗ് ആണ്. നമ്മളിപ്പം കൃഷ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ ഉണ്ടോ എന്ന് ചോദിച്ച പോലെ, അതുപോലെ തന്നെയാണ് നമുക്ക് ജോലി കിട്ടിയാലും നമുക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആയോ എന്ന് ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് നോബഡി ക്യാൻ ആൻസർ. കാരണം നമുക്കിപ്പോ ഒരു ടെമ്പററി ജോബ് ഉണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഇത് കാരണം നമ്മുടെ ലൈഫിന്റെ എൻഡിൽ വാട്ട് വി ക്യാൻ ബിക്കം അല്ലെങ്കിൽ വാട്ട് വിൽ ബിക്കം എന്ന് പറയുന്ന ഒരു ആൻസർ ഇല്ല. So if you see that spiritual also is the same thing, but the only in spirituality, if you want, you can believe. Our belief will carry forward you. അതിലൊരു ഒരു ഡിഫറൻസ് ഉണ്ട്. ബട്ട് ഇൻ മെറ്റീരിയൽ ലൈഫിൽ ചിലപ്പോൾ ആ ഒരു നമുക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് നോട്ട് ഇൻ കൺട്രോൾ. The other one is somebody else control, we are aligning with it. ആ ഒരു ഡിഫറൻസ് ആണ് അവിടെ കാണുന്നതെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കറക്റ്റാണ് സുരേഷ് പറഞ്ഞ വേറൊരു പോയിന്റും കൂടെ നല്ലത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റും, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ ഇതെല്ലാം ഒരു വിശ്വാസമാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റും, അതൊരു വിശ്വാസമാണ്. പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫിനെ ഒന്നൊന്ന് ക്രമപ്പെടുത്തി എടുക്കുകയാണ്. ഇതുപോലെ സുശീലിന്റെ കൂട്ട് നമ്മൾ ശുദ്ധമായ പരിശുദ്ധമായ ഒരു ജീവിതം നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും. ശരീരത്തിനെ ശുദ്ധമാക്കി എടുക്കാം, മനസ്സിനെ ശുദ്ധമാക്കി എടുക്കാം, കുടുംബത്തിന് മൊത്തം ഐശ്വര്യം ഉണ്ടാക്കിയെടുക്കാം, നമ്മുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ സന്തോഷത്തോടെ പുറത്ത് പറഞ്ഞു വിടാം, കുഴപ്പമൊന്നുമില്ല, യാതൊരു സംശയവും വേണ്ട. നല്ലൊരു സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ നീ തോന്നിയ വാസിയായിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് നിന്റെ ഇഷ്ടം. പക്ഷേ അവസാനം ചെന്നിട്ട് കൃഷ്ണൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിന്റെ കാര്യം കട്ടപ്പുകയാവും, നിന്റെ കാര്യം കട്ടപ്പുകയാവും. അതേസമയം എനിക്ക് ഉണ്ടെന്നുള്ളത് മിഥ്യാധാരണയിൽ പോയി, സാങ്കല്പികമായിട്ട് പോയി. പക്ഷെ ഞാൻ ചെയ്തതെല്ലാം നല്ലതായിരുന്നു. നീ ചെയ്തോ? വെറും തോന്നിവാസമായിരുന്നു. നീ നിന്റെ കുടുംബത്തെ സംരക്ഷിച്ചില്ല, നീ നിന്റെ ഭാര്യയെ നോക്കിയില്ല, നീ നിന്റെ മക്കളെ നോക്കിയില്ല, നീ ശുദ്ധിയായിട്ട് നടന്നില്ല, ഒന്നും ചെയ്തില്ല. അവസാനം നിനക്ക് രോഗവും വന്നു, എല്ലാം വന്ന് നിന്റെ അവസാനം കഴിഞ്ഞു. ആര് ചെയ്താ ശരി? ഓക്കെ, ഞാന് മിഥ്യയായിട്ടാണ് ബിലീവ് ചെയ്തു പോയത്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് നല്ലതായിരുന്നു. അവിടെ ചെന്ന് അവസാനം ഈ പറഞ്ഞിരിക്കുന്ന ഉള്ളതാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. കൃഷ്ണനെ കണ്ടു. നിന്റെ കാര്യം എന്തായി? അതോ ഗതിയായി പോയി. ജോലി കിട്ടിയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോലി വേണ്ട, എനിക്ക് ജോലിയേ വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ പോയി ജീവിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഫൂളിഷ്നെസ്. ജോലി ഉണ്ടായാലും ശരി, കുടുംബം ഉണ്ടായാലും ശരി, എനിക്ക് കുട്ടികളായി കഴിഞ്ഞാൽ അവരെ എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് കുട്ടികളെ വേണ്ട. എത്ര ഫൂളിഷ്നെസ് ആണ്. അപ്പം ഇതെല്ലാം ഈ പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് സുരേഷ് പറഞ്ഞതിനുണ്ട്. ഇതെല്ലാം ഒരു വിശ്വാസത്തെ കൊണ്ടുവച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം സന്തോഷപൂർവ്വമായിരിക്കും. ഹരേ കൃഷ്ണ. ശ്യാമസുധീർ പ്രഭു പറഞ്ഞോളൂ. ഏറ്റവുമില്ല ഈ സ്ലോകം വളരെ നല്ലതാണ്. നമ്മള് കർമ്മത്തില് ഫലം നിശ്ചയിക്കാതെ കർമ്മം ചെയ്യണം എന്നാ പറയണേ. അതുപോലെ ചെയ്യണം നമ്മൾ. നമുക്ക് എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ അനുസരിച്ച് ചെയ്യാം. അത്രയും ചെയ്യണം. അപ്പൊ അതിന് നല്ലൊരു ഇത് കിട്ടും, ഫലം കിട്ടും. ഹരേ കൃഷ്ണ. അതെ, എല്ലാം ഭഗവാനെ അർപ്പിച്ച് ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോപിനാഥ് പ്രഭു, ഇന്ന് ചന്തു ആണ് പാടാമെന്ന് പറഞ്ഞിരുന്നത്. ഗോപിനാഥ് പ്രഭു. ലസ്റ്റിനെ കുറിച്ച് പ്രഭു പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത്, അപ്പൊ പ്രഭുവിന്റെ കഴുത്തിൽ നല്ലൊരു ചങ്ങല ഇരിക്കണം, അതുപോലെ എനിക്കൊന്ന് വേണമെന്ന് പോലെ തോന്നി. നോട്ടീസ് മറ്റുള്ളവരെന്താ നമ്മൾ നോട്ടീസ് ചെയ്യുക, അതുപോലെ എനിക്കൊന്ന് ആയിക്കൊള്ളാം എന്ന് തോന്നണം. എനിക്ക് ഇവിടെ ഉള്ളപ്പോ ഇടാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. ഓണർഷിപ്പ് എന്റേതല്ല. അവിടെ ശരീരത്തിൽ കാണുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുമാജി ഉണ്ടോ അവിടെ? ഒരു ചന്തു ആണെന്ന് പാട്ട് പാടാമെന്ന് പറഞ്ഞിരുന്നു. ഹരേ കൃഷ്ണ. ഞാൻ ചന്തു ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ്. അപ്പൊ സുമാജി പാടും. അയ്യോ ഇല്ല പ്രഭു, ഇന്ന് ഇല്ല. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ഗ്രൂപ്പിൽ ഇട്ടില്ലേ മാതാജി? ഞാൻ തന്നില്ല നാമം. മാതാജി ഇടാന്ന് പറഞ്ഞിരുന്നു തോന്നുന്നേ.
അത് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. അത് കഴിഞ്ഞ എന്താണ് ഏതാണ് അത് നമുക്കതൊരു വിഷയമല്ല. നമ്മളല്ലല്ലോ വേറൊരു ജന്മം എന്ന് പറയണത്. ആ അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരാണ് എന്റെ കൂടെ ഉള്ളത്. അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്. ആ, പ്രഭുപാദരുടെ ആ, അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ആ, പറയട്ടെ, അത് കഴിഞ്ഞിട്ട് സുമായിയുടെ ആൻസറിലോട്ട് വരാം. പ്രഭുപാദരുടെ പറയാം. അടുത്ത് അമേരിക്കയിൽ വെച്ചിട്ട് ഒരു റിപ്പോർട്ടർ പോയി ചോദിച്ചു, ആ, അങ്ങ് ഈ വിഗ്രഹത്തിന് മുന്നിൽ ആ, ആഹാരം കൊണ്ടുവെക്കുന്നുണ്ട്, ആ, ഇത് കഴിക്കുന്നതാ തെളിവ്? എന്റെ മതം അത് കഴിക്കത്തില്ല എന്നുള്ളതാണ് എന്ന് റിപ്പോർട്ട്. ആ, പ്രഭുപാദർ പറഞ്ഞു, അത് അങ്ങ് പറഞ്ഞു, താങ്കൾ പറഞ്ഞു കഴിക്കില്ല എന്ന്. പക്ഷെ ഇവിടെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു കഴിക്കുമെന്നുള്ളത്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ചതി തദഹം ഭക്തി അശ്നാമി പ്രയതാത്മന. ഞാനിപ്പോ എന്റെ ചോയ്സ് ആണ് ആര് പറയുന്നത് കേൾക്കണമെന്നുള്ളത്. എന്നെ പോലെ പരിമിതമായ ബുദ്ധിയുള്ള അങ്ങ് പറയുന്നത് കേൾക്കണോ അതോ കൃഷ്ണൻ പറയുന്നത് കേൾക്കണോ എന്നുള്ളതാണ് എന്റെ മുന്നിലെ ചോയ്സ്. തൽക്കാലം കൃഷ്ണൻ പറയുന്നത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ. എന്ന് പറഞ്ഞതുപോലെ അവര് അവരുടേതായ ബുദ്ധിയുടെ തലത്തിൽ, ഭൗതിക തലത്തിൽ നിന്ന് പറയുമ്പം, ഞാൻ അതല്ലേ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു, തെറ്റും ശരിയും. അവര് പറയുന്ന കാര്യങ്ങൾ അവർ ശരിയാണെന്ന് അവർ സ്ഥാപിച്ചെടുക്കുമ്പോൾ നമുക്കതിനെ ഖണ്ഡിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ചോയ്സാണ്, എൻ്റെ കുട്ടി എൻട്രൻസിന് പോകണോ അതോ പോകണ്ടയോ, അതോ 10ാം ക്ലാസ് പഠിച്ചിട്ട് ഹോട്ടലിൽ പോയാൽ മതിയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, അയൽവക്കക്കാരനല്ല. അവിടെ കൃഷ്ണൻ പറയുന്നത് എന്താണെന്നുള്ളത് നമ്മളാണ് ചോയ്സ് എടുക്കേണ്ടത്. നമ്മള് ഇപ്പം ഇനി ഞാൻ ചോദിക്കുകയാണ്, എന്തിനാ നമ്മൾ ഈ ഗൾഫിൽ പോയി എല്ലാവരും ഗൾഫിലോട്ട് പോയിട്ട് കഷ്ടപ്പെടുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? എന്തിനാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നമ്മുടെ സ്വന്തം നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് അതിന്റെ ആവശ്യമുണ്ടോ? തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ പോയി ഓവർ ബ്രിഡ്ജിന്റെ കീഴിൽ എത്രയോ ഒട്ടർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല അവർക്ക്. എന്തിനാ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലോ, സുമാജി എന്ത് പറയും? ഒട്ടര എന്ന് പറയുന്നത് നാടോടികൾ, അവരും കുഞ്ഞുങ്ങൾ പിന്നെ ജനിപ്പിക്കുന്നുണ്ട്. അവരും നമ്മൾ നോക്കുമ്പോഴെല്ലാം അവർ കരയുന്നത് നമ്മൾ കാണുന്നതേ ഇല്ല, അവർ ചിരിച്ചോണ്ടായിരിക്കുന്നത്. അവരൊരിക്കലും കഷ്ടപ്പെടുന്നില്ല. നമ്മുടെ മുന്നിൽ രാവിലെ റോഡേ പോയി നോക്കുന്നു, വാങ്ങിക്കുന്നു, കഴിക്കുന്നു, അവർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിക്കൂടാ? എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇതെല്ലാം ഓരോ ഭൗതിക തലത്തിലും കർമ്മബന്ധനത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ജന്മങ്ങളെല്ലാം. അപ്പം ആസുരികമായി ചിന്തിക്കാനുള്ള അവസരവും ഭഗവാനാണ് കൊടുക്കുന്നത്. കാര്യം അവന്റെ കർമ്മഫലത്തിൽ നിന്നാണ് ആ ജന്മം വരുന്നത്. മനസ്സിലായില്ലേ? അവന്റെ ആ കർമ്മഫലത്തിൽ നിന്ന് വരുന്ന ആ ജന്മത്തിന്റെ ചിന്തകളെ നമ്മുടെ കർമ്മവുമായിട്ട് ബന്ധിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. നമ്മുടെ കർമ്മഫലത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ജന്മത്തിനെ മറ്റൊരാളുടെ ജന്മത്തിന്റെ കർമ്മഫലവുമായിട്ട് ബന്ധിപ്പിക്കാൻ നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം വളരെ അപകടകരമാണ്. അത് അവൻ തന്നെ അനുഭവിച്ച് പൊയ്ക്കോട്ടെ, അവനെ വിട്ടേക്കണം. നീ അനുഭവിച്ചു, നിന്റെ പാവം ഞാൻ അനുഭവിക്കാൻ തയ്യാറില്ല. ഞാന് ഈ നേരത്തെ പറഞ്ഞതിന്റെ വിട്ട് സ്വസ്ഥമായിട്ട് സുസ്ഥിരതയോടെ സംതൃപ്തിയോടെ വൃത്തിയോടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാടോടിയും ജീവിക്കുന്നുണ്ട്, ഞാനും ജീവിക്കുന്നുണ്ട്, എൻ്റെ അയൽവക്കക്കാരനായ കടയക്കാരനും ജീവിക്കുന്നുണ്ട്, എഞ്ചിനീയറായ ഞാനും ജീവിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കിളയക്കാരൻ ജീവിക്കുന്നത് പോലെ എനിക്ക് ജീവിച്ചാൽ മതിയെന്ന്. കിളയക്കാരൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കിളയക്കാരൻ ആഗ്രഹിക്കുന്നു എൻ്റെ മക്കൾ എഞ്ചിനീയർ ആവണം, എന്നെ പോലെ അവനെയും കിളയക്കാരനാക്കാൻ പാടില്ല. ഇതൊക്കെ ഭൗതിക തലങ്ങളുടെ. അപ്പം ഈ ഭൗതിക തലത്തിനെ എല്ലാം സെൻട്രലൈസ് ചെയ്തിട്ട് ഏതാണ് പരമമായ ബുദ്ധി, ഏതാണ് പരമമായ ഉപദേശം എന്ന് നമ്മൾ ചോയ്സ് എടുക്കുകയാണ്. അവിടെയാണ് ഇത് പറയുന്നത്. അർജുനൻ കൃഷ്ണനെ ശരണാഗതി പ്രാപിച്ച ആ ശരണാഗതി നമ്മൾ തേടുക. അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുമ്പോഴത്തേന് ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ തലക്കിട്ട് അമ്പ ഇതുപോലാണ് കൊണ്ടുകുത്തുന്നത്. അവസാനം നമ്മൾ കൊനക്ട് ആയിട്ട് തിരിച്ചു വന്ന് വീടിരിക്കും, ഇങ്ങനെ കുത്തിയിരിക്കും.
അവർ സുഖമായിട്ട് കഴിയുന്നു, പക്ഷെ നമ്മുടെ മൈൻഡ് അസ്വസ്ഥതയായി. ഇതല്ലേ സംഭവിക്കുന്നത്? അവൻ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, പക്ഷെ അവന്റെ ചോദ്യങ്ങളാൽ നമ്മൾ അസ്വസ്ഥയായിട്ട് പോകും. അപ്പം ആ സ്വസ്ഥതക്കേട് നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. ചിന്തിക്കുക. നേരത്തെ സുധീഷ് പറഞ്ഞതിൻ്റെ വിട്ട് പ്രൊവോക്കഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടാവും. അത് നമ്മുടെ നാടങ്ങനെയാണ്. അതേസമയം അതിനകത്തൊന്നും ഇൻവോൾവ് ആവാതെ നമ്മൾ വൃത്തിയായിട്ട് ജീവിക്കുന്ന കാണാൻ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല എന്ന് ചിന്തിക്കുക. അസൂയാലുക്കൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം മാത്രമേ എടുത്താൽ മതി. ഹരേ കൃഷ്ണ. സുമേജി, എന്തെങ്കിലും പിടികിട്ടി? അതെ അതെ അതെ, ആകെ മൊത്തം ഒരു സംഭവം പിടികിട്ടി. സുമാരി നല്ല വൃത്തിയായിട്ട് രാവിലെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല. എന്തിനാ ഇങ്ങനെ പോകുന്നത്? ഇതിന്റെ എന്താ ആവശ്യമുണ്ടോ ചോദിക്കുന്നത്? അവർക്ക് ഇഷ്ടമല്ല, അസൂയായതുകൊണ്ട്. പോയാലെന്താ കുഴപ്പം? നേരത്തെ പറഞ്ഞതിന് വിട്ടു, പോയാൽ എന്താ കുഴപ്പം? എനിക്ക് മനസ്സിന് സംതൃപ്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയാൽ എന്താ കുഴപ്പം? എന്തിനാ അല്ലേ? ശരിയല്ലേ? അതെ അതെ, ഓരോരുത്തർക്കും ഓരോ തരം ഭക്തിയാണ് പ്രഭു. അതാണ് പ്രശ്നം. അമ്പലത്തിൽ പോകണം, ചിലർക്ക് അമ്പലത്തിൽ പോകണം എന്നല്ലേ, വീട്ടിലിരുന്ന് ജപിച്ചാൽ മതി. ഇതൊക്കെ ഓരോ ഭൗതിക തലത്തിലുള്ളതാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്. ആത്മീയമായ ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. കാര്യം ആ ഗുരു മാത്രമേ പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. ആ ഗുരു ഭഗവാന്റെ റെപ്രസെന്റേറ്റീവാണ്, പ്രതിനിധികളാണ്. ആ പ്രതിനിധികളിൽ നിന്ന് മാത്രമേ നമുക്ക് ശാസ്ത്രം പഠിക്കാൻ പറ്റുകയുള്ളൂ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ബുദ്ധിമാന്മാർ അഹം സർവസ്യ പ്രഭവോ മത്തക സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാ ബുധാ ഭാവസമന്വിതാഃ. ഈ ഭൗതിക ആധ്യാത്മിക ഗ്രഹങ്ങളുടെ ഉറവിടം ഞാനാണ്. ഇതറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ അടുത്ത് വരും എന്ന് ഭഗവാൻ പറഞ്ഞു. അതറിയാൻ നമ്മൾ ശ്രമിക്കുക. ബാക്കിയെല്ലാം നമ്മൾ സഞ്ചരിക്കും. നമ്മൾ ഒരിടത്തോട്ട് പോകുമ്പം പിന്നെ വഴിയരിയിൽ കാണുന്ന മരങ്ങളായിട്ടും കെട്ടിടങ്ങളായിട്ടും മാത്രം കാണുക. നമ്മളിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വരുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ കാണാൻ പറ്റും മരങ്ങളൊക്കെ പുറകെ പോകുന്നതായിട്ട്. ഇതൊന്നും അവസാനം നമ്മുടെ കൂടെ കാണത്തില്ല, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ഈ ശരീരം പോലും, 24 ഘടകങ്ങളുള്ള ശരീരം പോലും കാണത്തില്ല, നമ്മളെല്ലാം പോകും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, പരമാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടെ ലളിതമായിട്ട് ചിലപ്പം ഈ ആത്മോപദേശമൊക്കെ ശ്രീനാരായണ ഗുരു പറഞ്ഞതൊക്കെ വായിച്ചു നോക്കുമ്പം നമുക്ക് ബുദ്ധിമാന്മാരെല്ലാം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ബുദ്ധിമാന്മാരെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. 3 നേരം തോന്നിവാസം പോലെ നടക്കുന്ന അയലോക്കാരൻ പറയുമ്പോഴാണ് നമുക്ക് സ്വീകരിക്കുക. അതാണ് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നത്. ഇത് മനുഷ്യന്റെ ഒരു മനസ്സാണ്. ഞാൻ ചോദിച്ചോട്ടെ മാതാജി, അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അത് അടിച്ചുപൊളി പറഞ്ഞ അവര് നാമം കാര്യമായിട്ട് ജപിക്കൊന്നുമില്ല, നോൺ വെജ് കഴിക്കുക. അല്ല, എനിക്ക് അതില് അഭിപ്രായമില്ല. ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. മാതാജി കാര്യം എല്ലാം പറഞ്ഞത്. ഞാൻ അടിച്ചുപൊളി പലരും അടിച്ചുപൊളിയും പലരതാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവർക്ക് എന്താ തോന്നിയത്, ഇന്നിപ്പോ ഹോട്ടലിൽ പോവാ, കഴിക്കുക, നോൺ വെജ് കഴിക്കുക, അതുപോലെ മാതിരി സിനിമ കാണുക, പാട്ട് കേൾക്കുക, ഈ ആധ്യാത്മിക ക്ലാസ്സിൽ ഏർപ്പെടാൻ അതിനൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അല്ല, അത് ഓക്കെ. പലരെയും അടിച്ചുപൊളി പലതാണ്. കാരണം ചിലർക്ക് സിഗരറ്റ് വലിക്കാതിരിക്കാനേ പറ്റില്ല. മാതാജിക്ക് സിഗരറ്റ് വലിയ അടിച്ചുപൊളി അല്ലല്ലോ. എനിക്കല്ല, അപ്പൊ പലർക്കും പല അടിച്ചുപൊളികളാണ്. നമ്മുടെ നാട്ടില് ഇപ്പൊ ചിലർക്ക് കല്യാണം കഴിച്ച് ജീവിക്കുന്നത് ഓക്കെ, അല്ലാതെ പറ്റില്ല. ചിലർക്ക് അതും ഇല്ലാത്തവരുണ്ട് നമ്മുടെ നാട്ടില്, നമ്മുടെ കൂട്ടത്തിൽ. ഇപ്പൊ നാരായണ ഗുരുവായാലും ശങ്കരാചാര്യ, ചട്ടമ്പി സ്വാമി, ഇവരാരും കല്യാണം കഴിച്ചിട്ടില്ല. ഈവൻ നമ്മളെ പ്രൈം മിനിസ്റ്റർ കല്യാണം കഴിച്ചിട്ടില്ല. അവരൊക്കെ അടിച്ചു പൊളിക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ മാതാജി? അതാണല്ലോ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, സെക്സ്. എല്ലാരും എൻജോയ് ചെയ്യുന്ന ഒരു ജനറൽ സാധനം. മറ്റേത് കേട്ടുപോലെ ചിലർക്ക് ഇഷ്ടം, കള്ളുകൂടി ചിലർക്ക് ഇഷ്ടം, ഇറച്ചി തിന്നുന്ന ചിലർക്ക് ഇഷ്ടമല്ല. അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മള് പ്രൈം മിനിസ്റ്റർ അടിച്ചു പൊളിക്കുന്നില്ല എന്ന് പറയേണ്ടി വരില്ലേ നമ്മള്? അതാണല്ലേ പ്രശ്നം. നാരായണ ഗുരു അടിച്ചു പൊളിച്ചില്ലെന്ന് പറയേണ്ടി വരില്ലേ? നാരായണ ഗുരു ഈ ഇതൊന്നും തിന്നരുതെന്ന് വളരെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ചുവരി എഴുതി വെച്ചിട്ടുണ്ട്. നാരായണ ഗുരു ഒരു മണ്ടനാണോ? വെറും 100 വർഷം ആയുള്ളൂ, നമ്മളിടയിൽ ജീവിച്ചിരുന്നതാണ്.
ചട്ടമ്പി സ്വാമികൾ അതേ സമയത്ത് തന്നെ ജീവിച്ചിരുന്ന ആളാണ്. ശങ്കരാചാര്യർ കുറച്ചുകൂടെ മുമ്പ്. ഇവരൊക്കെ മണ്ടന്മാരാണോ എന്ന് ഈ ചോദിക്കുന്ന ബുദ്ധിയുള്ളവരോടൊക്കെ ചോദിക്കണം. ഈ ആത്മാവിനെ കുറിച്ച് അന്വേഷിക്കലും അത് മനസ്സിലാക്കലുമാണ് ഹ്യൂമൻ പ്ലാറ്റ്ഫോമിന്റെ ഏക ഉദ്ദേശം. ബാക്കിയെല്ലാം എല്ലാ അനിമൽസും ചെയ്യുന്നുണ്ട്. ഈ ആഹാരം കഴിപ്പും ഇതെല്ലാം ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള കാര്യം നമ്മൾ സോഫ്റ്റ്വെയർ ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ല, മരണം എന്തായാലും ഒരു കാലത്തുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിക്കാം. മരണത്തെ സന്തോഷത്തോടു കൂടി നേരിടാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷൻ വേണ്ടേ? അതവർക്കില്ല. അത് അവർക്കില്ല, നമുക്കായിക്കൂടെ? പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. അതല്ലേ ഏറ്റവും അടിപൊളി, സന്തോഷത്തോടു കൂടി മരിക്കുക. തീർച്ചയായിട്ടും. അതെ അതെ അതെ. അതല്ലേ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. ആ മരിക്കുന്ന സമയം വരെ ആ രാമനാമം നാവിലുണ്ടായിരിക്കണം. പിന്നെ മരിക്കുന്ന സമയം വരെ പരാതി പറയാതെ ജീവിക്കുക, അതല്ലേ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. അതെ അതെ അതെ. അല്ലേ? തീർച്ചയായിട്ടും. നമ്മളാരും പരാതി പറയുന്നില്ല. എനിക്കിപ്പോ ജോലിയില്ല, എത്ര വർഷമായിട്ടില്ല. ഞാൻ ആരോടൊക്കെ പറയും എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്ന ആളാണ്, ജോലി ഇല്ലാതായിട്ട് എനിക്ക് പരാതിയില്ല, ഞാൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കില്ലല്ലോ ഇത്ര സമയം, 3 ദിവസം ആഴ്ചയിൽ. ഇപ്പം കൂടുതലാണ് ഇപ്പൊ, കാരണം ഈ സമയമുണ്ട്. അങ്ങനെ അല്ലാത്തൊരു പൊസിഷനിൽ നമ്മൾ എത്തും ഇതിലൂടെ പോകുമ്പോൾ. അതാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം. ചില പ്രോബ്ലം നമുക്ക് എക്സ് എന്ന് അസ്യൂം ചെയ്തേ ചെയ്യാൻ പറ്റൂ. റിസൾട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. അല്ലേ? അങ്ങനെയല്ലേ മാതാജി മാത്സ് പഠിച്ചിട്ടുണ്ടോ? എക്സ് എന്ന് അസ്യൂം ചെയ്താണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മളിപ്പോ കൃഷ്ണനാണ് പരമാത്മാവെന്ന് പണ്ട് തുടങ്ങുന്നു. പക്ഷെ നമ്മളെ മെയിൻ ഉദ്ദേശം നമ്മൾ സെൽഫ് റിയലൈസ്ഡ് ആവുക എന്നുള്ളതാണ് ആദ്യം. അപ്പൊ എല്ലാം മനസ്സിലാവും. ഒരു ഏണി വെക്കുമ്പം ഈ എൻഡും അപ്പുറത്തെ എൻഡും വേണം, അല്ലാതെ കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏണി ഏറലായി പോകും. അപ്പുറത്തെ എൻഡ് നമുക്ക് ഇപ്പോഴേ ഫിക്സ് ചെയ്തേ പറ്റൂ, എന്നാലേ കയറാൻ പറ്റൂ. നമ്മൾ അപ്പുറത്തെ എൻഡ് കൃഷ്ണനായിട്ട് ഫിക്സ് ചെയ്യുന്നു. അത് പലരും പലതും പറഞ്ഞു. പരമാത്മാവ് എന്ന് പറഞ്ഞവരുണ്ട്, കൃഷ്ണൻ എന്ന് പറയുന്നവരുണ്ട്, അള്ളാഹ് എന്ന് പറയുന്നവരുണ്ട്, പലതും. പക്ഷെ കേരളം എന്ന പ്രോസസ്സ് നടന്നേ പറ്റൂ. അല്ലാതെ നമുക്ക് അങ്ങ് ആ മേളിൽ ചെല്ലുമ്പോൾ ആ മേളിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ കയറുന്നതേ ഉള്ളൂ. അതിനിടയിലുള്ള ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ബുദ്ധിപരമായി ജീവിക്കും, നമ്മൾ വൃത്തിയായി ജീവിക്കും, ധാർമ്മിക് ക്ലീൻലിനെസ്, പിന്നെ എന്താ പറയാ, കൈൻഡ്നെസ്. നല്ലതല്ലേ കൈൻഡ്നെസ്? ദയുള്ള ഒരാൾ എങ്ങനെയാണ് നോൺ വെജ് കഴിക്കുക? അല്ലെങ്കിൽ എന്തൊരു ഹിപ്പോക്രസിയാണ്. ആരെങ്കിലും ദിവസവും രാവിലെ മാതാജി ഒരു കോഴിയെ കൊന്ന് തിന്നു? ആരോ കൊന്നു തരുന്നു, അതുകൊണ്ട് തിന്നുന്നതല്ലേ ചെയ്യുന്നത്. അതെ അതെ അതെ. ഞാൻ നോൺ വെജ് കഴിക്കണ്ടായിരുന്നാണ്. ഇപ്പൊ ഒരു 5 വർഷമായിട്ട് നിർത്തി. ഈ സംഭവങ്ങളൊക്കെ കേട്ടത് നിർത്തി. ഞാനിതൊക്കെ കേട്ടപ്പോ അന്നേ നിർത്തി. 12 വർഷം 13 വർഷം മുമ്പ് ഞാനിത് കേട്ടപ്പോഴേ നിർത്തി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നു അത്. അതില്ലാതെ നമുക്ക് അടിച്ചു പൊളിക്കാം. തീർച്ചയായിട്ടും. അത് ആശുപത്രി പോകാതിരിക്കുമ്പോ മനസ്സിലാവും. സത്യാണ്. അത് കണക്കൊരു സുഖമാണ്. ഈ ഏറ്റവും കൂടുതൽ നമുക്ക് സമയം വേണം ഹോസ്പിറ്റലിൽ പോയാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ മെന്റൽ വറീസ് പോകുന്നതും അതിലാണ്. ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖം നമുക്ക് വന്നു നോക്കട്ടെ. ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതോടുകൂടി 99% നിങ്ങളെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയാണ്. ഒന്നും ചെയ്യാതെ. അപ്പൊ അവരെ അടിച്ചു വിളിക്കുന്നത്, നമ്മളെ അടിച്ചു വിളിക്കുന്നത്. അല്ല, അങ്ങനെ ചിന്തിക്കൂ. അങ്ങനെയും ചിന്തിക്കുക. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പ്രഭു, ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിനകത്ത് പലപ്പോഴും നമ്മൾ കാണുന്ന വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും നമ്മൾ ബുദ്ധിപരമായിട്ട് വികാസം പ്രാപിക്കും, ആത്മീയ തലത്തില് വികാസം പ്രാപിക്കും. പിന്നെ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ കൂടെ 3 ലെവലിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത് 2-3 കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. അത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, എന്തിനാണ് ഇത് നിലനിൽക്കുന്നത്, എന്തിനാണ് നമ്മൾ ഭക്തി ലൈനിലോട്ട് പോകുന്നത്. അത് മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞ് ബോധിപ്പിക്കണമെന്നില്ല. കാരണം അവർ അതിന് പാകമാകുമ്പോൾ അവർ പോയി ആൻസർ കണ്ടുപിടിച്ചോളും. എൻ്റെ ഒരു നിലപാട് അങ്ങനെയാണ്. കാരണം ഇപ്പൊ പല ഏത്തിസ്റ്റുകളും വന്നെങ്കിൽ ആർഗ്യ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കഴുത എങ്ങനെയാണ് പുല്ല് നിന്ന് ചാണകം ഇടുന്നത് ചോദിക്കും. അതിനും ആൻസർ കാണത്തില്ല. അപ്പം പീപ്പിൾ ഹു ഡസന്റ് നോ അബൌട്ട് ഷിറ്റ് ദേ ടോക്ക് അബൌട്ട് ഗോഡ്, അല്ലെ? അത് ഇതിന്റെ ഒരു പാർട്ടാണ് വേൾഡിൽ എല്ലായിടത്തും ഉണ്ട്. കാരണം ഏറ്റവും അറിവ് കുറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഏത്തിസ്റ്റ് ആയിട്ട് നമ്മൾ കാണപ്പെടേണ്ടത്. അല്പം കൂടെ അറിവ് കിട്ടുമ്പോൾ നമ്മൾ അടുത്ത ഒരു ഭക്തി ലൈനിലൊക്കെ നിന്നേരം പരിപൂർണ്ണ അറിവ് കിട്ടുമ്പോഴാണ് ആത്മജ്ഞാനം കിട്ടുമെന്ന് പറയുന്നത്.
സോ നമ്മൾ അവരെ ആ കൈൻഡ്നെസ്ലി ട്രീറ്റ് ചെയ്താൽ മതി. അതാണ് എന്റെ ഒരു അഭിപ്രായം. അവരോട് തർക്കിക്കേണ്ട കാര്യമില്ല. ബട്ട് വി ഷുഡ് ബി നമ്മൾ 100% ഷുവർ ആയിരിക്കണം നമ്മൾ എന്തിനാണ് ഈ ലൈനിൽ പോകുന്നത്. അതിന് നമുക്ക് സെൽഫ് ആയിട്ട് ആൻസർ ഉണ്ടാവണം. ഇതിനായിട്ട് എവറിത്തിങ് ഈസ് ഓക്കെ. മാതാജി ചോദിച്ചുകൊണ്ടാണ് നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ അത് കൺവിൻസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ ഈ പാത്തിൽ പോക്ക്. അതെ, ഞാൻ എന്റെ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞോളൂ. ഇറ്റ്സ് നോട്ട് ആൻസറിംഗ് ടു സത്യമാണ് സുമാജി പറഞ്ഞ അതിന്റെ കറക്റ്റ് ആണ്. സുശീം പ്രഭു പറഞ്ഞ ആൻസറും കറക്റ്റ് ആണ്. അവസാനം സുധീഷ് കാര്യം അവരുടെ അടുത്ത് നമ്മൾ കൂടുതൽ ആർഗ്യൂ ചെയ്യാതെ കാര്യങ്ങൾ ഒന്നുകിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ തൽക്കാലത്തേക്ക് വിട്ടേക്കുക. അവർക്ക് സമയം വരും. ഡിബേറ്റ് ഒരിക്കലും അവസരങ്ങൾ നോക്കിയേ പോകാവൂ. നമ്മൾ കൺവിൻസ്ഡ് ആയിരിക്കണം. നമ്മള് കൺവിൻസ്ഡ് ആയിരിക്കണം. ഇപ്പൊ രണ്ടുപേരും പറഞ്ഞത് നമ്മൾ കൺവിൻസ്ഡ് ആയിരിക്കണം പാടില്ല. ലൈൻ അവര് ഹാപ്പി ആയിരിക്കണം. ഹാപ്പി ആയിരിക്കണമല്ലോ എന്തായാലും, അതിനാണല്ലോ ഇതെല്ലാം. അപ്പോൾ നമുക്ക് സമയമായി, നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യാം. അടുത്ത വെള്ളിയാഴ്ച സ്പെഷ്യൽ നമ്മുടെ മന്ത്ലി സെഷൻ വീണ്ടും അടുത്ത വെള്ളിയാഴ്ചയാണ്. ശ്യാമസുധീർ ദാസ് പ്രഭു ആണ് മന്ത്ലി സെഷൻ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് അതുകൊണ്ട് പാട്ടൊന്നും ഇല്ലായിരുന്നു, പോട്ടെ. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ചെയ്യാം. അപ്പം വാഞ്ചാകൽപതരൂപ്യ കൃപാ സിന്ധുഭ്യേവ ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം സ്മിത മാതാജി. एकं शास्त्रं देवकी पुत्रगीतम् एको देवो देवकी पुत्र एव एको मन्त्र तस्य नामानि यानि कर्माभि एकं तस्य देवस्य सेवा त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देव कृष्णाय वासुदेवाय हरिये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं. कात्यायनी महामाये महायोगिन्नदीश्वरी नन्दगोपसुतं देवी पतिं मे कुरुत्वे नमः. श्रीकृष्ण शरणं मम दासोऽहं कृष्ण तवास्मि. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. എല്ലാവർക്കും വീണ്ടും സന്ധിപ്പൻ വരെ വണക്കം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സതീഷ് ജി ഹരേ കൃഷ്ണ. DD വൈ ഗോവിന്ദ പ്രഭു ഹരേ കൃഷ്ണ. സ്മിത മാതാജി ഹരേ കൃഷ്ണ. സതീഷ് ജി സുമാജി സതീഷ് ജി ഹരേ കൃഷ്ണ. വിജയ മാതാജി ഹരേ കൃഷ്ണ. ശ്യാമ സുധീർ പ്രഭു സിമി മാതാജി ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ 5 or 10? 9 മണി കഴിഞ്ഞു. 5. Okay. 5 4 3 2 1 ഫാസ്റ്റ് ആയി പറയാം. 0 അല്ലേ? 0 dim. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.